ഹായ് ഓൾ, ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. അതായത് ഒരു ഫംഗ്ഷൻ എവിടെയാണ് ഇൻക്രീസിങ് അതേപോലെ തന്നെ എവിടെയാണ് ഡിക്രീസിങ് എന്ന് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ഫസ്റ്റത്തെ ഡെഫിനിഷൻ വരുന്നത്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസിൻ്റെ ഡെഫിനിഷനാണ് നോക്കുക. എ ഫംഗ്ഷൻ എഫ് ഈസ് ഡിക്രീസിങ് ഓൺ ആൻ ഇൻ്റർവൽ ഐ if for every pair of numbers x1 and x2 in I, x1 less than x2 implies f of x1 less than f of x2. അതായത് ഒരു ഇൻ്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ ഉണ്ട്. ഈ ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലുള്ള രണ്ട് പോയിൻ്റാണ്, ഒന്ന് x1 എന്ന് പറയുന്ന പോയിൻറ്റും x2 എന്ന് പറയുന്ന പോയിൻറ്റും. x1 എന്ന് പറയുന്ന വാല്യൂ x2വിനേക്കാളും എന്താണ്, ചെറുതുമാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ x1 കൊടുത്താൽ നമുക്ക് ഫംഗ്ഷന് ഒരു വാല്യൂ കിട്ടും എഫ് ഓഫ് x1 എന്ന് പറയുന്നത്, അല്ലേ. x2 കൊടുത്താൽ നമുക്ക് ഫംഗ്ഷന് മറ്റൊരു വാല്യൂ കിട്ടുന്നു എഫ് ഓഫ് x2 എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ഈ എഫ് ഓഫ് x1 എന്ന് പറയുന്ന വാല്യൂ എഫ് ഓഫ് x2വിനേക്കാൾ ചെറുതാണ് എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇത് ഇൻക്രീസിങ് ആണെന്ന്. അപ്പോൾ ഡിക്രീസിങ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആയിരിക്കും. അതാണ് നെക്സ്റ്റ് പോയിൻ്റ്. എഫ് ഈസ് ഡിക്രീസിങ് ഓൺ ഐ ഇഫ് ഫോർ എവറി പെയർ ഓഫ് നമ്പേഴ്സ് x1 ആൻഡ് x2 ഇൻ ഐ x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2. അതായത് നമ്മൾ രണ്ട് പോയിൻറ്റ്സ് എടുത്തു, x1 x2 എന്ന് പറയുന്ന പോയിൻറ്റ്സ് എടുത്തു. x1 എന്ന് പറയുന്ന പോയിൻ്റ് x2 എന്ന് പറയുന്ന പോയിൻറ്റിനേക്കാൾ എന്താണ്, ചെറുതാണ്. പക്ഷേ x1ൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ x2ൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂവിനേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ എഫ് എന്താണെന്ന് പറയാം, ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇനി എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്നല്ലെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് മൊണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ മൊണോട്ടോണിക് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒന്നല്ലെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നിട്ടുള്ളത് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, രണ്ടാമത് തന്നിട്ടുള്ളത് ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഈ രണ്ട് ഫംഗ്ഷൻസും എന്താണ്, മൊണോട്ടോണിക് ഫംഗ്ഷൻസ് ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് നമുക്ക് തന്നൊരു ഫംഗ്ഷൻ അത് ഇൻക്രീസിങ് ആണ് ഡിക്രീസിങ് ആണ് എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്, അല്ലെ, ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ട്. ഈ ഗ്രാഫിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻക്രീസിങ് ആണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ വേറൊരു കളറിൽ കാണിക്കാം. അപ്പോൾ ഓക്കെ, ഇവിടെ ഞാൻ ഗ്രീൻ കളറിൽ കാണിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഇതിൽ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, വാല്യൂ കൊടുക്കും തോറും എന്താണ്, ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതിലുള്ള ഏതൊരു പോയിൻറ്റിലുള്ള സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാലും സ്ലോപ്പ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അല്ല, ഇനി ഫംഗ്ഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, സ്ലോപ്പ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്തായിരിക്കും, ഡിക്രീസിങ് ആയിരിക്കും. ഞാനിപ്പോൾ ഈ യെല്ലോ കളറിൽ കാണിക്കുന്ന പോലെ. ഓക്കെ, അവിടെ ഡിക്രീസിങ് ആയിരിക്കും. ഡിക്രീസിങ് ആണ് എന്നുണ്ടെങ്കിൽ അതിലുള്ള ഏതൊരു പോയിൻറ്റിലുള്ള സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാലും ആ സ്ലോപ്പ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ മതി. സ്ലോപ്പ് കാണാൻ നമുക്ക് എന്ത് കണ്ടാൽ മതി, ഡെറിവേറ്റീവ് കണ്ടാൽ മതി. അതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്ന പോയിൻ്റ്. തിയറം ശ്രദ്ധിക്കുക. സപ്പോസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവെൽ എ കോമ ബി. ഫസ്റ്റ് പോയിന്റ്, ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് ഇൻ എ കോമ ബി ദെൻ എഫ് ഈസ് ഇൻക്രീസിങ് ഓൺ എ കോമ ബി. ഓക്കെ, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്, 0യേക്കാൾ വലുതാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എഫ് ഇൻക്രീസിങ് ആണ്. അതേപോലെ തന്നെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എഫ് എന്താണ്, ഡിക്രീസിങ് ആണ്. അതേപോലെ തന്നെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ് എന്നുണ്ടെങ്കിൽ എഫ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. എഫ് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് രണ്ടെണ്ണത്തിൻ്റെ പ്രൂഫുമാണ്. അതായത് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയണം, എഫ് ഇൻക്രീസിങ് ആണ് എന്ന് പറയണം. ഒന്ന് നോക്കുക. ഓക്കെ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്നുണ്ടെങ്കിൽ ബൈ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് അതിനുള്ളിലുള്ള എ കോമ ബിക്ക് ഉള്ളിലുള്ള രണ്ട് പോയിൻറ്റ്സ് എടുത്തു, x1ഉം x2.
ഒരു പോയിൻ്റ് ഏതായാലും വലുതായിരിക്കും. സോ x1 എന്ന് പറയുന്നത് x2വിനേക്കാൾ ചെറുതാണ് എന്നുള്ള രീതിയിൽ x1 എന്താണ് ലെസ് ദാൻ x2 ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ബൈ x2 മൈനസ് x1 എന്ന് പറയുന്ന ഒരു സി അതിലുണ്ടായിരിക്കും. ബൈ മീൻ വാല്യൂ തിയറത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒരു പോയിൻ്റ് സിയിൽ വരുന്ന വാല്യൂ ഇങ്ങനെയുള്ളൊരു വാല്യൂ ഉണ്ടായിരിക്കുന്നു നമ്മൾ മീൻ വാല്യൂ തിയറത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ x2 മൈനസ് x1 മറു സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇൻ ടേം അല്ലേ. സോ എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു x2 മൈനസ് x1 എന്നായിരിക്കും. എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷനിലുള്ള രണ്ട് വാല്യൂസ്. ഓക്കെ, ഫംഗ്ഷൻ്റെ രണ്ട് വാല്യൂസാണ് എഫ് ഓഫ് x1ഉം അതേപോലെ തന്നെ മറ്റൊരു വാല്യൂ ആണ് എഫ് ഓഫ് x2 എന്ന് വെക്കുക. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ x2 മൈനസ് x1 പോസിറ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു x1 എന്ന് പറഞ്ഞാൽ x2വിനേക്കാൾ എന്താണ് ചെറുതാണ്. അപ്പോൾ x2വിൽ നിന്ന് x1 മൈനസ് ചെയ്താൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇത് ഓൾറെഡി പോസിറ്റീവാണ്. ഓക്കെ, ഇനി എഫ് ഡാഷ് ഓഫ് സിയും കൂടി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 എന്താവും? പോസിറ്റീവ് ആവും. അതായത് എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x2 എഫ് ഓഫ് എക്സിനേക്കാൾ എന്താണ്? വലുതാണ്. എഫ് ഓഫ് x2 എഫ് ഓഫ് എക്സിനേക്കാൾ വലുതായാൽ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണ്. ഇനി ഈ ഡെറിവേറ്റീവ് മൈനസ് ആണെന്ന് വെക്കാം, എഫ് ഡാഷ് ഓഫ് സി നെഗറ്റീവ് ആണെന്ന് വെക്കാം. എഫ് ഡാഷ് ഓഫ് സി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ഇൻറ്റു ചെയ്താലും നമുക്ക് എന്താ വരിക? നെഗറ്റീവാണ് വരിക. സോ എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 എന്ത് വരും? നെഗറ്റീവ് വരും. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എഫ് ഓഫ് x1 ആണ് വലുത്, എഫ് ഓഫ് x2 എന്താണ്? ചെറുതാണ്. അപ്പോൾ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഓക്കെ, പിന്നെ കോൺസ്റ്റൻറ്റിൻ്റെ പ്രൂഫ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്. അതൊന്ന് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് കാണുന്നതാണ് ഇവിടെ പറയുന്നത്. ഒരു ഫംഗ്ഷൻ്റെ നമ്മൾ എല്ലാ വാല്യൂവിലുള്ള എന്ത് കാണുന്നു? ഡെറിവേറ്റീവ് കാണുന്നു. അത് 0 ആകുന്നതോ എക്സിസ്റ്റ് ചെയ്യുന്ന എക്സിസ്റ്റ് ചെയ്യാത്ത വാല്യൂസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാം. ആ പോയിന്റുകൾ, അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ 0യും അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യാത്ത വാല്യൂസും എന്താണ്? ക്രിട്ടിക്കൽ വാല്യൂസാണ്, ക്രിട്ടിക്കൽ നമ്പേഴ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുക. അതായിട്ട് ഇൻ്റർവെൽസിന് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ഓരോ ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. എന്നിട്ട് നമ്മൾ ഫംഗ്ഷനെ എന്താണ് പല ഇൻ്റർവെല്ലുകളായിട്ട് തിരിക്കും. നമുക്ക് ഒന്നാകെ ഒരു ഇൻ്റർവെല്ല് തന്നിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് 1 മുതൽ 10 വരെയാണ് ഇൻ്റർവെല്ല് തന്നിട്ടുള്ളതെന്ന് വെക്കാം. ഓക്കെ, ഇതിൽ 5 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിൻ്റ് ആണെന്ന് വെക്കാം. 1 മുതൽ 10 വരെയുള്ളതിൽ 5 എന്താണ്? ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻ്റർവെല്ലിനെ 2 ആക്കിയിട്ട് തിരിക്കും. 1 മുതൽ 5 വരെയും അതേപോലെ തന്നെ 5 മുതൽ 10 വരെയും. എന്നിട്ട് ഈ 1 മുതൽ 5 വരെയുള്ളതിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ നോക്കും, അല്ലെങ്കിൽ ഡിക്രീസിങ് ആണോ നോക്കും. അതേപോലെ തന്നെ 5 മുതൽ 10 വരെയുള്ളതിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇൻ്റർവെല്ലിലുള്ള എന്ത് നോക്കിയാൽ മതി? ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. Determine the interval where the function f of x equal to x cube minus 3x square plus 2 is increasing and where it is decreasing. അതായത് ഒരു ഫംഗ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ എവിടേക്കാണ് ഇൻക്രീസിങ് എവിടേക്കാണ് ഡിക്രീസിങ് എന്ന് നമുക്ക് കാണണം. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലാണ്. പോളിനോമിയൽ -∞ മുതൽ ഇൻഫിനിറ്റി വരെ എല്ലാ സ്ഥലത്തും എന്താണ്? ഇതിൽ ഏത് വാല്യൂസും ഈ ഫംഗ്ഷന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏത് വാല്യൂസും കൊടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഫൈൻഡ് ചെയ്യണം. ആദ്യം ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഫൈൻഡ് ചെയ്യാൻ ആദ്യം ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x² ആണ്. അതേപോലെ തന്നെ 3x² ഡെറിവേറ്റീവ് എന്താണ്? 6x ആണ്. 2ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വരിക 3x × x-2 എന്നായിരിക്കും വരുന്നത്. ഇനി ഇത് എവിടേക്കാണ് 0 ആവുന്നത് നോക്കാം. ഇത് 0 ആവുന്ന പോയിൻ്റാണ് ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാത്ത സ്ഥലം. ഇത് എക്സിസ്റ്റ് ചെയ്യാത്ത സ്ഥലം ഉണ്ടാവില്ല, കാരണം ഇതെല്ലാ സ്ഥലത്തും എന്താണ്? ഡിഫൈൻഡ് ആണ്, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇത് എവിടേക്കാണ് 0 വന്നത്? ഒന്ന് എക്സിൻ്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ, x = 0 ആയാൽ ഇതെന്താണ്?
ഈ ഫംഗ്ഷന് 0 ആവും, അതായത് ഡെറിവേറ്റീവ് 0 ആവും. അതേപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ 2 ആയാലും ഈ ഫംഗ്ഷൻ എന്താവും 0 എന്നതാണ്. സോ 2 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -∞ മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 0യിലും 2ലും എന്തുണ്ടെന്ന് കണ്ടെത്തി, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ 3 ഇൻ്റർവെല്ലായിട്ട് മാറ്റുന്നു. ഒന്ന് -∞ മുതൽ 0 വരെ, ഓക്കെ. അതേപോലെ തന്നെ പിന്നെ 0 മുതൽ 2 വരെ, പിന്നെ 2 മുതൽ ഇൻഫിനിറ്റി വരെ, ഓക്കെ. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് ആണ് കിട്ടിയത് എങ്കിൽ അതിനെ 3 ഇൻ്റർവെൽസായിട്ട് മാറ്റുക. 1 പോയിൻ്റാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ അതിനെ 2 ഇൻ്റർവെല്ലായിട്ട് മാറും. 3 പോയിൻ്റാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് 4 ഇൻ്റർവെല്ലായിട്ട് മാറും. നമ്മൾ അതിനനുസരിച്ച് ആ ഇൻ്റർവെല്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മുറിച്ചിട്ട് പല ഇൻ്റർവെല്ലുകളായിട്ട് മാറ്റും. ഇനി ഈ ഓരോ ഇൻ്റർവെല്ലിലും നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുന്നു, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ഫൈൻഡ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്. -∞ മുതൽ 0 വരെ, ഓക്കെ. -∞ മുതൽ 0 വരെയുള്ളതിൽ f' എന്ന് പറയുന്ന വാല്യൂ പോസിറ്റീവ് ആണോ നോക്കുക. പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് f' എന്ന് പറയുന്നത്, ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൈനസാണ് അല്ലേ. സോ -1 -2 എന്ന് വരും. പിന്നെ എക്സും മൈനസാണ്. അപ്പോൾ ഇത് രണ്ടും മൈനസായി കഴിഞ്ഞാൽ മൈനസും ഇൻ്റേതാൽ f' എന്താണ് വരിക, പോസിറ്റീവാണ് വരിക. അപ്പോൾ f' -∞ മുതൽ 1 വരെയുള്ള 0 വരെയുള്ള എല്ലാ പോയിൻറ്റിലും എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും, ഓക്കെ. ഇനി അടുത്തത് 0 മുതൽ 2 വരെയാണ്. 0 മുതൽ 2 വരെയുള്ള വാല്യൂസ് കൊടുത്തു നോക്കുക, ഓക്കെ. 0 മുതൽ 2 വരെയുള്ള വാല്യൂസ്. അപ്പോൾ 0 മുതൽ 2 വരെയുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 കൊടുക്കാം നമുക്ക്. എക്സിന് 1 കൊടുത്താൽ ഇത് 1 ആവും, ഇതും 1 ആവും അല്ലേ. അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇതെന്താണ് നെഗറ്റീവാണ്. പോസിറ്റീവും നെഗറ്റീവും ഇൻറ്റു ചെയ്താൽ എന്ത് വരും, നമുക്ക് നെഗറ്റീവ് വരും അല്ലേ. അപ്പോൾ f' 0 മുതൽ 2 വരെ ഫംഗ്ഷൻ്റെ എന്തെന്ന് പറയാം, നെഗറ്റീവാണ് സ്ലോപ്പ് എന്ന് പറയാം. നെഗറ്റീവാണ് സ്ലോപ്പ് ഉള്ളത് കൊണ്ട് ഡിക്രീസിങ് ആണ് എന്ന് പറയാം. അതേപോലെ നമ്മൾ 2 മുതൽ ഇൻഫിനിറ്റി വരെ കണ്ടു നോക്കുക, അവിടെയും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ടായിരിക്കുക. അതായത് നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടിയത് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് 0, മറ്റൊന്ന് 2, ഓക്കെ. അപ്പോൾ 0 മുതൽ ഈ -∞ മുതൽ, -∞ ഇങ്ങോട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ തന്നിട്ടില്ല. -∞ മുതൽ നമുക്ക് 0 വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും, ഓക്കെ. പിന്നെ 0 മുതൽ 2 വരെ ഫംഗ്ഷൻ എന്തായിരിക്കും, ഡിക്രീസിങ് ആയിരിക്കും. പിന്നെ 2 മുതൽ അങ്ങോട്ട് ഫംഗ്ഷൻ എന്തായിരിക്കും, ഇൻക്രീസിങ് ആയിരിക്കും. ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്, ഓക്കെ അല്ലേ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. f(x) = x + 1/x ഈസ് ഇൻക്രീസിങ് ഓർ വേർ ഇറ്റ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ f(x) = x + 1/x ആണ്, ഓക്കെ. ആദ്യം തന്നെ ഈ ഫംഗ്ഷന് എവിടെ ഡിഫൈൻഡ് അല്ല, 0-ൽ ഡിഫൈൻഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്തായി, അൺഡിഫൈൻഡ് ആയി. അതൊന്ന് ഓർത്ത് വെക്കുക, ഓക്കെ. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. ഡെറിവേറ്റീവ് നമുക്കറിയാം x + 1/x എന്നാണ്. സോ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ x/x എന്ന് പറഞ്ഞാൽ 1 + 1/x എന്ന് ആക്കിയിട്ട് എഴുതാം, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. റെഡിയാണല്ലോ. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷന് x + 1/x ആണ് കേട്ടോ. ഇത് അവിടെ എഴുതിയെടുത്ത് എനിക്കൊരു കൺഫ്യൂഷൻ വന്നതാണ്, സോറി കേട്ടോ. അപ്പോൾ x + 1/x ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1/xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം -1/x² ആണ്. സോ ഇതാണ് f' വരുന്നത്. സോ f' ഇത് വരും. ഇനി ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണണം. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതെവിടേക്കാണ് 0 ആവുന്നത്, അതേപോലെ തന്നെ നോട്ട് ഡിഫൈൻഡ് ആവുന്നത്. x = 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇതിനൊന്ന് മാറ്റിയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ക്രോസ് ചെയ്തിട്ട് x² - 1/x². ഇനി x² - 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, x + 1 × x - 1 എന്ന് എഴുതാം, ഓക്കെ. അപ്പോൾ ഇതൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഫംഗ്ഷൻ എവിടേക്കാണ് നോട്ട് ഡിഫൈൻഡ്, അതേപോലെ തന്നെ 0 ആവുന്നത്. x = 0-ൽ ഈ ഫംഗ്ഷൻ എന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ആയി. ഇനി x = -1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഈ ഫംഗ്ഷൻ 0 ആവും അല്ലേ. അതേപോലെ തന്നെ x = 1 കൊടുത്തു കഴിഞ്ഞാലും ഈ ഫംഗ്ഷൻ എന്താവും, 0 ആവും. അപ്പം നമുക്ക് 3 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടും, -1, 1, 0. എന്നിട്ട് നമ്മൾ ഈ ഫംഗ്ഷനെ 3 ഇൻ്റർവെൽസ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് -∞ മുതൽ
1 വരെ. ഓക്കെ, മറ്റൊന്ന് -1 മുതൽ 0 വരെ, 0 മുതൽ 1 വരെ, 1 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, 3 പോയിൻറ്റ്സ് ആണ് കിട്ടിയത്. അപ്പം 4 ഇൻ്റർവെൽസ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഈ 4 ഇൻ്റർവെൽസിലും നമ്മൾ ഓരോ പോയിൻറ്റുകൾ എടുത്തിട്ട് ആ പോയിൻറ്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുക. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും കിട്ടും. ഇപ്പോൾ ആദ്യത്തെ ഇൻ്റർവെൽ -∞ മുതൽ -1 വരെയാണ്. അപ്പോൾ അതിലുള്ളൊരു പോയിൻ്റാണ് -2 എന്ന് പറയുന്നത്. സോ f'(-2) വരുന്നത് പോസിറ്റീവാണ്, അതുകൊണ്ട് ഇൻക്രീസിങ് ആണെന്ന് പറയാം ആ ഇൻ്റർവെല്ലിൽ. അങ്ങനെ ഓരോ ഇൻ്റർവെല്ലിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു പോയിൻ്റ് ഉണ്ട്. അതായത് നമ്മൾ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും കാണുമ്പോൾ നമുക്ക് ആ പോയിൻറ്റിൽ ഫംഗ്ഷന് മാക്സിമം ആണോ മിനിമം ആണോ ഉള്ളത്, അല്ലെങ്കിൽ ലോക്കൽ മാക്സിമാസും ലോക്കൽ മിനിമാസും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് നെക്സ്റ്റ് തിയറം പറയുന്നത്, ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഓക്കെ, അതായത് ലെറ്റ് സി ബി ദി ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ മാക്സിമമോ മിനിമമോ ഉണ്ടായിരിക്കും. ഓക്കെ, ആ മാക്സിമമോ മിനിമമോ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ സിയിൽ എന്തുണ്ട്, ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ട് എന്ന് വെക്കാം. ക്രിട്ടിക്കൽ പോയിൻ്റ് നമ്മൾ കാണുന്നത് നമുക്കറിയാം, ഒന്നല്ലെങ്കിൽ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും, ഡെറിവേറ്റീവ് 0 ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്കിപ്പോൾ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ടെന്ന് കിട്ടി. ഈ സി എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോയിൻറ്റ്സ്, ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവാണെന്ന് വെക്കാം. അതായത് ഇങ്ങനെയാണ് സ്ലോപ്പ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൻ്റെ റൈറ്റിലുള്ള പോയിൻറ്റ്സിൽ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെന്ന് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്തായിരിക്കും, ഒരു മാക്സിമം ആയിരിക്കും. അതാണ് ഫസ്റ്റത്തെ പോയിൻ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സി എന്ന് പറയുന്നത് എ മുതൽ സി വരെ എന്താണ്, ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവും, അതേപോലെ തന്നെ സി മുതൽ ബി വരെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0നേക്കാൾ ചെറുതും, അതായത് നെഗറ്റീവുമാണ് എന്നുണ്ടെങ്കിൽ സിയിൽ എന്തുണ്ടായിരിക്കും, റിലേറ്റീവ് മാക്സിമം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം ഉണ്ടായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ക്രിട്ടിക്കൽ പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ പോസിറ്റീവും ആണെന്നുണ്ടെങ്കിൽ, അതായത് റൈറ്റ് സൈഡിൽ നെഗറ്റീവ് സ്ലോപ്പാണ് നമുക്ക് കിട്ടിയത്, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ പോസിറ്റീവും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും ആണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നമുക്ക് എന്ത് പറയാം, സിയിൽ റിലേറ്റീവ് മിനിമം ഉണ്ടെന്ന് പറയാം. ഇനി അതുമല്ല, രണ്ട് സൈഡിലും ഒരേ സ്ലോപ്പാണ് കിട്ടിയെന്ന് വെക്കാം. ഓക്കെ, രണ്ട് സൈഡിലും ഒരേ സ്ലോപ്പാണ് എന്നുണ്ടെങ്കിൽ സിയിൽ എന്തില്ല, ഒരു എക്സ്ട്രീമാസും ഇല്ല എന്ന് പറയാം. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം സിയിൽ എന്തുണ്ട്, ലോക്കൽ മാക്സിമം ഉണ്ട്, അതേപോലെ തന്നെ ഇതിൽ ലോക്കൽ മിനിമം ഉണ്ട്. ഇനി ഇവിടുത്തെ ഈ സീൻ്റെ പോയിൻറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും പോസിറ്റീവാണ്, റൈറ്റ് സൈഡിലും പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തില്ല, എക്സ്ട്രീമ പോയിൻ്റ് ഇല്ല എന്ന് പറയുന്നു. ഓക്കെ, ഈ പോയിൻറ്റിന് നമ്മൾ പിന്നീട് ഇൻഫെക്ഷൻ പോയിൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഓക്കെ അല്ലേ? സോ ഇതിൻ്റെ പ്രൂഫൊന്നും കാര്യമായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള പ്രൂഫ് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. സോ ഇതുപയോഗിച്ചിട്ട് നമ്മൾ റിലേറ്റീവ് എക്സ്ട്രീമാസ് ഫൈൻഡ് ചെയ്യുന്നതിനുള്ള പോയിൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണാം, എന്നിട്ട് ആ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൻ്റെ രണ്ട് സൈഡിലുള്ള ഡെറിവേറ്റീവിൻ്റെ സൈനുകൾ നോക്കിയാൽ മതി നമുക്ക് റിലേറ്റീവ് മാക്സിമവും റിലേറ്റീവ് മിനിമവും ഫൈൻഡ് ചെയ്യാൻ. ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, f(x) = x⁴ - 4x³ + 12. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആദ്യം ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണാം. അപ്പോൾ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടു. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 4x³ - 12x² ആണ്. അതിൽ നിന്ന് 4x² നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 4x² × x - 3 എന്ന് വരുന്നു. അപ്പോൾ ഇത് എവിടേക്കാണ് 0 വന്നത്, ഒന്ന് x = 0 0 ആവും, അതേപോലെ തന്നെ x = 3 0 ആവുന്നു. സോ ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് എവിടെയാണ്, 0-ലും, ഒന്ന് എവിടെയാണ്, 3-ലുമാണ്. ഇനി 0-ലും 3-ലും റിലേറ്റീവ് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ റിലേറ്റീവ് മാക്സിമം ആണോ എന്ന് മിനിമം ആണോ എന്ന് നോക്കാൻ ഇപ്പോൾ 0യുടെ ലെഫ്റ്റിലുള്ള ഒരു പോയിൻറ്റും റൈറ്റിലുള്ള ഒരു പോയിൻറ്റും എടുക്കുക. 0യുടെ ലെഫ്റ്റിലുള്ള ഒരു പോയിൻ്റാണ് അപ്പോൾ -1. ഓക്കെ, അപ്പോൾ f' -1 കണ്ടു നോക്കുക. അതേപോലെ തന്നെ റൈറ്റിലുള്ള പോയിൻ്റ് ഏതാണ് നോക്കുക. ഓക്കെ, റൈറ്റിലുള്ള പോയിൻ്റ് 0യുടെ റൈറ്റിലുള്ള ഒരു പോയിൻ്റ് 1. ഓക്കെ, f'(1) കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ആ രണ്ട് വാല്യൂസും കണ്ടു നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് പറയാം,
സീറോയിൽ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സീറോയിൽ നിങ്ങൾ സീറോയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നോക്കിയാലും നിങ്ങൾക്ക് നെഗറ്റീവാണ് എഫ് ഡാഷ് കിട്ടുക. ഓക്കെ, നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിവിടെ കാണിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ആയിരിക്കും രണ്ട് സൈഡിലും നമുക്ക് എഫ് ഡാഷ് കിട്ടുക, അതായത് ഡെറിവേറ്റീവ് കിട്ടുക. അതുകൊണ്ട് രണ്ടും ഒരേ സൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അവിടെ എന്തില്ല എന്ന് പറയാം, ഒരു എക്സ്ട്രീമാസും ഇല്ല. നിങ്ങൾക്ക് ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ എന്തും ഇല്ല, മിനിമം ഇല്ല മാക്സിമം ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ സാധിക്കും. ഇനി ത്രീയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കുക. ഓക്കെ, അപ്പോൾ ത്രീയുടെ ലെഫ്റ്റ് സൈഡിലുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 കൊടുത്തു കഴിഞ്ഞാൽ ത്രീയുടെ ലെഫ്റ്റ് സൈഡിലുള്ള പോയിൻ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കൊടുക്കാം, 1 കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതിൽ 2 കൊടുത്ത് നോക്കുക. അതേപോലെ തന്നെ ത്രീയുടെ റൈറ്റ് സൈഡിലുള്ള ഒരു പോയിൻ്റാണ് 4, അതും കൊടുത്ത് നോക്കുക. 2 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. 4 കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവാണ്, റൈറ്റ് സൈഡിൽ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, 3യിൽ എന്തുണ്ട്, ഒരു റിലേറ്റീവ് മിനിമം ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ പോസിറ്റീവുമാണ് എന്നുണ്ടെങ്കിൽ റിലേറ്റീവ് മിനിമമാണ്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവും റൈറ്റ് സൈഡിൽ നെഗറ്റീവുമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, റിലേറ്റീവ് മാക്സിമം ആണ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും എന്ത് ചെയ്യുക, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഒരു ഫംഗ്ഷൻ്റെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.